അപ്പോൾ പ്രിയ റനീഷ് മെട്രോ പറയുന്നത് കേട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം മെട്രോ ആരംഭിച്ചതും പൂർത്തിയാക്കിയതും ഈ കൊച്ചിയിലോട്ട് പോകുമ്പോൾ പണ്ട് കൊച്ചിയെക്കുറിച്ച് ഒരു ചിത്രകാരൻ വരച്ചാൽ ചീനവലയും അശോക ഫ്ലാറ്റുമാണ് ചിത്രകാരൻ്റെ ഭാവനയിൽ വിരിയുന്നത്. എന്നാൽ ഇന്ന് കൊച്ചിയെക്കുറിച്ച് ഒരു ചിത്രകാരൻ വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കുന്നത് എന്താണ്? മെട്രോയാണ്. ആ മെട്രോ കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയാണ് മെട്രോ. കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. ഇവിടെ സ്റ്റേഡിയം, ഈ സ്റ്റേഡിയം പണ്ട് അവിടെ ഒരു നമുക്കറിയാം കണ്ടമായിരുന്നു. ഈ ചെളിയിലാണോ സ്റ്റേഡിയം പണിയാൻ പോകുന്നത്? ഞാനന്ന് കുട്ടിയാണ്, ഞാൻ പഠിക്കുകയാണ് കോളേജിൽ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ചെളിക്കുണ്ടിലാണോ സ്റ്റേഡിയം? ഇതായിരുന്നു സഖാക്കളുടെ ചോദ്യം. പക്ഷേ സ്റ്റേഡിയം നമ്മൾ കൗണ്ട് ഡൗൺ വെച്ച് പൂർത്തിയാക്കി. പിന്നെ വൈപ്പിൻ നമുക്കറിയാം 10 മിനിറ്റ് മാത്രമേ അപ്പുറത്തേക്ക് പോയാൽ വൈപ്പിൻ ദ്വീപസമൂഹമുള്ളൂ. അവർക്ക് ടൗണിലേക്ക് വരാനായിട്ടൊരു പാലം വേണം. ആ പാലം കരുണാകരൻ്റെ സ്വപ്നമായിരുന്നു. 2001 അധികാരമേറ്റ ആന്റണി സർക്കാരാണ് ഈ മനോഹരമായ വൈപ്പിൻ ദ്വീപസമൂഹങ്ങളെ ഈ എറണാകുളം പട്ടണവുമായി ചേർത്ത് നിർത്തുന്ന ആ വലിയ 3 പാലങ്ങൾ പൂർത്തിയാക്കി. ഗോശ്രീ പാലങ്ങൾ പൂർത്തിയാക്കിയത് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയുമാണ്. ഇന്ന് എറണാകുളത്ത് കാണുന്ന എല്ലാ വികസന സൂചികകളും അതിൻ്റെ എല്ലാത്തിൻ്റെയും കയ്യൊപ്പുള്ളത് കോൺഗ്രസിനാണ്, ഐക്യജനാധിപത്യ മുന്നണിക്കാണ്. മെട്രോയ്ക്കെതിരെ സമരം ചെയ്തയാളാണ് നമ്മുടെ വ്യവസായ മന്ത്രി. അതിൻ്റെ ഫോട്ടോയൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് എന്ന് സന്ദർഭികവശ സൂചിപ്പിച്ചുകൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് മത്സരിക്കുന്ന ഒരു പാർട്ടിയെ ഒന്നാണെന്നൊക്കെ പറയുന്ന ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ പറ്റുന്ന വളരെ ഒരു ആക്ഷേപഹാസ്യപരമായ ഒരു നറേറ്റീവ് എന്ന് മാത്രമേ എനിക്കതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ബാക്കി പിന്നീട് പറയാം. യെസ്, അപ്പോൾ ജനസഭ ഈ ചർച്ചക്കുള്ള വഴിമരുന്ന് 3 പേര് അനിൽ ഒരു മിനിറ്റ്. അദ്ദേഹം പറയും ലാസ്റ്റ് പറഞ്ഞ എനിക്കൊരു മറുപടി പറയണം. മെട്രോക്കെതിരെ സമരം ചെയ്ത ആളെ പി രാജീവ് എന്ന് പറഞ്ഞല്ലോ, തെറ്റാണത്, പിൻവലിക്കണം. മെട്രോക്കെതിരെ അന്ന് നമ്മൾ സമരം ചെയ്തത് യഥാർത്ഥത്തിലെ വിഷയം, അതിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല. മെട്രോ അന്ന് ലോൺ എടുക്കാൻ പോയത് സിംഗപ്പൂർ കമ്പനി ചർച്ച നടത്തി കഴിഞ്ഞ് അത് വേറെ ഏജൻസിനെ ഏൽപ്പിക്കാൻ പോയപ്പോൾ ഇന്നത്തെ ശ്രീധരനെ മെട്രോ നിർമ്മാണത്തിൻ്റെ ചുമതല കൊടുക്കണമെന്നും ശ്രീധരനായിരിക്കണം മെട്രോ നിർമ്മാണത്തിൻ്റെ ശില്പി എന്നും പറഞ്ഞുകൊണ്ട് സമരം ചെയ്തതാണ് പി രാജീവ്. അല്ലാതെ മെട്രോക്കെതിരെ സമരം ചെയ്തതല്ല. തെറ്റിദ്ധാരണ തിരുത്തണം. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, പാലം വന്നതൊക്കെ ശരിയാ. പാലത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ ഒരു ഫണ്ടും ഉണ്ടായിരുന്നില്ല. ആദ്യമായി എറണാകുളത്ത് അന്നത്തെ ജില്ലാ സഹകരണ ബാങ്ക്, എറണാകുളം നഗരത്തിലെ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ അന്നത്തെ പ്രസിഡന്റ് MM മോനായി എന്ന ഞങ്ങളുടെ ഇടതുപക്ഷക്കാരനായ പിന്നീട് MLA ആയ MM മോനായിയാണ് അന്നത്തെ ബാങ്കിൽ നിന്ന് 10 ലക്ഷം ആദ്യം കൊടുത്ത് വൈപ്പിൻ പാലത്തിന് ആദ്യ തുക കൊടുത്തത്. അതും കൂടി പറഞ്ഞു പോകണം.